നമസ്കാരം. പാർലമെന്റിൽ ഒറ്റ പാർട്ടി മാത്രമാകുമ്പോൾ അവർ തന്നെ തിരുവായ്ക്ക് എതിർവായില്ലാത്തവരാകുമ്പോൾ കാര്യങ്ങൾ അലമ്പില്ലാതെ നടക്കുമല്ലോ എന്ന ചിന്താഗതിയിലാണ് പ്രധാനമന്ത്രിയും ബി.ജെ.പിയും എന്ന മട്ടിലാണ് അങ്ങ് ഡൽഹിയിലെ കാര്യങ്ങൾ. പ്രധാനമന്ത്രിയും ബി.ജെ.പിയും രാജ്യത്ത് ഏകകക്ഷി ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് 141 എം.പിമാരെ സസ്പെൻഡ് ചെയ്തത് എന്ന് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ മാസങ്ങളായി തങ്ങളുടെ ദൗത്യം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ അരികും മൂലയും പോലും മണത്ത് പിടിക്കാനാവാഞ്ഞത് വൻ ഇൻ്റലിജൻസ് പരാജയമാണെന്നും അതിന് ആരാണ് ഉത്തരവാദികളെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഖാർഗെ പറഞ്ഞു. പാർലമെന്റിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മിണ്ടേണ്ടവർ മിണ്ടാതെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധിച്ച 141 എം.പിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്റിൽ നുഴഞ്ഞുകയറിയ അക്രമികളുടെ പ്രവേശനം സുഗമമാക്കിയ ബി.ജെ.പി എം.പിയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ഇത് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് എന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഖാർഗെ ചോദിച്ചു. പാർലമെന്റിന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ച ഖാർഗെ നുഴഞ്ഞുകയറ്റക്കാർ മാസങ്ങളായി പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ഈ വൻ ഇന്റലിജൻസ് പരാജയത്തിന് ആരാണ് ഉത്തരവാദികളെന്നും ചോദിച്ചു. പാർലമെന്റിന്റെ ബഹുതല സുരക്ഷ ഭേദിച്ച് 2 നുഴഞ്ഞുകയറ്റക്കാർ മഞ്ഞ വാതക കുപ്പികൾ ചെരുപ്പിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ എത്തിയതെങ്ങനെ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ അത്ഭുതപ്പെട്ടു. ഏകകക്ഷി ഭരണം നടപ്പാക്കി ജനാധിപത്യത്തെ തകർക്കുന്നതിന് തുല്യമായ ഏക് അക്കേല എന്ന പദ്ധതിയെക്കുറിച്ചാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. പ്രതിപക്ഷ എം.പിമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ അവർ ചെയ്തത് അവരുടെ മോഹം യാഥാർത്ഥ്യമാക്കലാണ്. ഈ ലജ്ജാകരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉയർന്ന പദവിയിലുള്ള ആളുകളെ ശിക്ഷിക്കുന്നതിനു പകരം അവർ വിമർശനമുന്നയിച്ച എം.പിമാരുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അതുവഴി ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് എന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തങ്ങളുടെ 14 എം.പിമാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പ്രക്ഷോഭം നടത്തുകയും സുരക്ഷാ വീഴ്ചയുടെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ പേരിൽ ബഹുഭൂരിപക്ഷം പ്രതിപക്ഷ എം.പിമാരെയും ജനാധിപത്യ വിരുദ്ധമായി സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ ഡിസംബർ 22-ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം തീരുമാനമെടുത്തിട്ടുണ്ട്. 28 പാർട്ടികൾ പങ്കെടുത്ത ഇന്ത്യ സഖ്യത്തിന്റെ 4ാമത്തെ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. 141 എം.പിമാരെ സസ്പെൻഡ് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണ്. ഞങ്ങൾ ഉന്നയിച്ച വിഷയം തെറ്റായ ഒരു പ്രശ്നമല്ല. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ വന്ന് ഇരു സഭകളിലെയും അംഗങ്ങളെ വിവരമറിയിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അവർക്ക് പുറത്ത് സംസാരിക്കാം, പക്ഷേ പാർലമെന്റിൽ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിലപാട്. ഇത് വച്ചുപൊറുപ്പിക്കാനാവില്ല. ജനാധിപത്യം അവസാനിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അത് നടക്കില്ല എന്നും മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം വരും ദിനങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു ഡസനോളം പൊതുസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഇക്കാര്യം ജനങ്ങളോട് പറയുമെന്നും മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി. സ്വന്തം പാർലമെന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തവർ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ എന്ന വലിയ ചോദ്യമുയർത്തി ഇന്ത്യ സഖ്യം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സഭയിൽ വരാതെ മാളത്തിൽ ഒളിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിനെ നേരിടാൻ തക്കവണ്ണം ജനശ്രദ്ധ തിരിക്കാൻ ഏത് വർഗീയ നമ്പറാണ് ഇറക്കുക എന്നേ ഇനി അറിയാനുള്ളൂ.